ഇന്ന് കുറച്ച് രസം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കായം, കുരുമുളക്, കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, കുരുമുളക് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചതച്ചെടുത്തതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റൊന്നും വേണ്ട, അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ പോവും. രസത്തിന് നമുക്ക് ഈ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി, ഒരുപാട് വഴറ്റണ്ട. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് കടുകിട്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ അതിലേക്കിട്ട് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാവർക്കും ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും രസത്തിൻ്റെ കൂട്ടൊക്കെ. പക്ഷേ ഇവിടെ ഞങ്ങൾ രസം സാമ്പാറായാലും പൊടിയൊന്നും കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല. ഒക്കെ നമ്മൾ വീട്ടിൽ എല്ലാം പൊടിച്ചിട്ടുണ്ടാക്കണ കൂട്ടുകൾ തന്നെയാണ് ഉപയോഗിക്കാറ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നും ആർക്കും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ആവശ്യത്തിനെല്ലാം പുളി എടുക്കാം കേട്ടോ. പിന്നെ ഈ പുളിവെള്ളത്തിന് പകരം ഇത്രയും കൂടെ രസത്തിന് രുചി കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പരിപ്പ് വേവിച്ച വെള്ളം എടുക്കാം. പുളിവെള്ളത്തിൻ്റെ ഒപ്പം അതും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് ഒരു ചെറിയ കഷ്ണം കായം കൂടെ അതിൽ ചേർക്കാം. എന്നിട്ട് നമുക്ക് പൊടികളിടാം: ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ഇടാം. ഈ മല്ലിപ്പൊടിക്ക് പകരം പച്ചമല്ലിയൊക്കെ നല്ലതാട്ടോ ചതച്ചിടുന്നത്. അപ്പോൾ ഒന്നും കൂടെ രസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടും. എന്നിട്ട് പിന്നെ നല്ലപോലെ വെള്ളം നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഒഴിക്കാം. ഒരുപാട് അങ്ങോട്ട് കട്ടി ഉണ്ടാവില്ലല്ലോ രസം. എനിക്കിങ്ങനെ നല്ല ലൂസായിട്ടിരിക്കുന്നത് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ ആക്കി നമ്മുടെ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്.